കൊച്ചിയിൽ തൊഴിൽ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന വാർത്താദിനമാണിന്ന്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ നായ്ക്കളെപ്പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നടത്തിച്ചു. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് കൊടും ക്രൂരതയെന്ന് മുൻ ജീവനക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇതേ ഏജൻസിയുടെ കീഴിലുള്ള പെരുമ്പാവൂർ അറക്കപ്പടിയിലെ ഓഫീസ് കെട്ടിടത്തിൽ ലേബർ ഓഫീസറും പോലീസും പരിശോധന നടത്തി. ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ക്രൂരപീഡനമേൽക്കുന്ന തൊഴിലാളികളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് പീഡനം നടന്നതെന്ന് മുൻ ജീവനക്കാരൻ. നനഞ്ഞ തുണിയൊക്കെ അതുകൊണ്ട് തല്ലലും പിന്നെ വൃത്തിയായിട്ട പണിഷ്മെന്റാണ്. ഈ പരസ്പരം പാൻ്റാകാട്ട് അഴിക്കുക, പിന്നെ ഈ ചീന പഴ 2 ദിവസം പഴകിയ പഴമായിരിക്കും അത് എടുത്തിട്ടും വന്നിട്ട് വേസ്റ്റ് ബാസ്കറ്റിന് എടുത്തിട്ടും താഴെ ഇട്ടിട്ട് ഈ എന്താണ് അതിൻ്റെ തുപ്പിയിട്ട് തരും, അത് ഇതാക്കാൻ പറയും. പിന്നെ ഒരു കോഴി നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ നക്കുക, അവിടെ നിന്ന് തിരിച്ചിങ്ങാട്ട് വെക്കുക. വാർത്തയ്ക്ക് പിന്നാലെ സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഓഫീസിനുള്ളിലേക്ക് ഇടിച്ചു കയറി പ്രതിഷേധക്കാർ എംഡിയുടെ കസേര വലിച്ചു പുറത്തിട്ടു. സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇയാളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുടെ ഉയർന്നു കേട്ടതായി ഒരു ഇൻഫർമേഷൻ അവിടെ നിന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. ജില്ലാ ലേബർ ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറിന് സംഭവ സ്ഥലത്ത് പോകാനും പോയി കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് 2 ദിവസം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടി എടുക്കും. നിലവിൽ പ്രചരിക്കുന്ന സംഭവങ്ങൾ തങ്ങളുടെ ഓഫീസിൽ വെച്ചുണ്ടായതല്ലെന്ന് കമ്പനി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ ഞങ്ങൾ ഇവിടെ സെയിൽസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ ശമ്പളം കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇതിവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കൂ. പെരുമ്പാവൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെയാണോ വീഡിയോയ്ക്ക് ആധാരമായ സംഭവങ്ങൾ നടന്നതെന്ന് പരിശോധിക്കുമെന്നും പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 24 കൊച്ചി.